പോകുന്ന കഥയുടെ പേരെന്താണെന്ന് വെച്ചാൽ നല്ല ശമരിയക്കാരൻ. ഒരിക്കലൊരാൾ യെരുശലേമിൽ നിന്ന് എരിഹോയ്ക്ക് പോവായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കുറെ കള്ളന്മാർ വന്ന് അവനെ അടിച്ച് മുറിവേൽപ്പിച്ച് അവന്റെ പണവും വസ്ത്രവും എല്ലാം തട്ടിക്കൊണ്ടുപോയി. പാവം ആ നട്ടുച്ച വെയിലത്ത് അവന്റെ മരണത്തോട് പോരാടിക്കൊണ്ട് കിടക്കണം. അപ്പോഴാണ് ആ വഴിക്കൂടെ ഒരു പുരോഹിതൻ വന്നത്. ആ പുരോഹിതൻ ആ മുറിയേറ്റ് കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് സഹായിക്കാതെ കടന്നുപോയി. രണ്ടാമതൊരു ലേവ്യക്കാരൻ വന്നിട്ട് മുറിയേറ്റ് കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് സഹായിക്കാതെ കടന്നുപോയി. മൂന്നാമത് ആരാ വന്നേ നിങ്ങൾക്ക് അറിയണ്ടേ? അതെ, ശമരിയക്കാരൻ കഴുതപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുന്നു. അപ്പോൾ ആ മുറിയേറ്റ് കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് മനസ്സ് വിചാരിച്ചു, അയ്യോ പാവം, ദേഹം മൊത്തം മുറിഞ്ഞിരിക്കുക, ചോരയും വരുന്നുണ്ടെന്ന് വിചാരിച്ച അവൻ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, സഹോദരാ, നിന്നെ ഇതാരാണ് ചെയ്തത്? സാരി, ഞാൻ നിന്നെ രക്ഷിക്കാന്ന് പറഞ്ഞ് അവന്റെ കയ്യിരിക്കുന്ന കുടിക്കാൻ വെള്ളം കൊടുത്തു. എന്നിട്ട് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിയിലെല്ലാം കെട്ടി. എന്നിട്ട് കഴുതപ്പുറത്തെ കയറ്റിയിട്ട് നല്ലൊരു വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് 2 വെള്ളിക്കാശ് കൊടുത്തിട്ട് പറഞ്ഞു, വൈദ്യനെ, ഇവനെ രക്ഷിക്കണം. എത്ര കാശ് കൂടിയാൽ ഞാൻ വരുന്ന നേരത്തെ തന്നെയായിരിക്കും. ഇതിനകത്തിലെ ആരാണ് നല്ല കൂട്ടുകാർ? അതെ, ശമരിയക്കാരൻ. നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരെ ഇതുപോലെ തന്നെ സ്നേഹിക്കണേ. താങ്ക് യു.